കാവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ വന്യജീവി സംഘർഷം, വനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ, പ്രകൃതിക്ഷോഭം എന്നിവ ചർച്ച ചെയ്യുന്നതിനായി സംയുക്ത യോഗം ചേർന്നു. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അടിയന്തര സാഹചര്യങ്ങളിൽ വിവിധ വകുപ്പുകളുടെയും ജനപ്രതിനിധികളുടെയും ഏകോപനം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള നടപടികൾ യോഗത്തിൽ ചർച്ച ചെയ്തു. കവളങ്ങാട് പഞ്ചായത്തിലെ കാട്ടാനശല്യത്തിന്റെ പ്രധാന കാരണം പെരിയാർ കടന്നെത്തുന്ന ആനകളാണെന്ന് യോഗം വിലയിരുത്തി. ഭൂത്താൻകെട്ട് മുതൽ നേര്യമംഗലം വരെയുള്ള മേഖലകളിൽ ആനകളുടെ സഞ്ചാരം നിയന്ത്രിക്കുന്നതിനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും യോഗം തീരുമാനിച്ചു. ഭൂത്താൻകെട്ട് മുതൽ നേര്യമംഗലം വരെയുള്ള 18 കിലോമീറ്റർ മേഖലയിലെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആദ്യഘട്ടത്തിലെ 5 കിലോമീറ്ററോളം പ്രവൃത്തികൾ ഏതാണ്ട് പൂർത്തിയായതായി ഷിബു തെക്കുംപുറം MLA അറിയിച്ചു. ശേഷിക്കുന്ന ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഫണ്ട് ലഭ്യമാകുന്നതോടെ ഉടൻ ആരംഭിക്കും. ഡിസംബറിന് മുൻപായി പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വനാതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിൽ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അംഗങ്ങൾ ഉന്നയിച്ച വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും MLA വ്യക്തമാക്കി. നീണ്ടപാറ മേഖലയിലെ 7.5 കിലോമീറ്റർ പ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നും ബാക്കിയുള്ള 2 കിലോമീറ്റർ കൂടി അടിയന്തരമായി പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും യോഗത്തിൽ MLA പറഞ്ഞു. കവളങ്ങാട് പഞ്ചായത്തിലെ ബൈറോഡുകളിൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള തുക MLA എന്ന നിലയിൽ CSR ഫണ്ടിലൂടെ കണ്ടെത്തി ലഭ്യമാക്കുന്നതിനുള്ള ശ്രമം നടത്തുമെന്നും ഷിബു തെക്കുംപുറം പറഞ്ഞു. പെരിയാറിന്റെ തീരത്ത് വന്യജീവികളുടെ സഞ്ചാരം നിരീക്ഷിക്കുന്നതിനായി കർശനമായ നിരീക്ഷണം ഏർപ്പെടുത്താനും യോഗത്തിൽ തീരുമാനമായി. ഇതിനായി ഒരു ബോട്ട് അടിയന്തരമായി ആവശ്യമാണ് എന്ന് വിലയിരുത്തി ബോട്ട് വാങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനും യോഗം തീരുമാനിച്ചു. വന്യജീവി ആക്രമണം ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ വനം, റവന്യൂ, തദ്ദേശ സ്വയംഭരണം ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്താനും ജനങ്ങൾക്ക് ആവശ്യമായ സഹായം വേഗത്തിൽ ലഭ്യമാക്കാനും യോഗത്തിൽ ധാരണയായി. കവളങ്ങാട് പഞ്ചായത്ത് കമ്മിറ്റി ഹാളിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോർജ് അധ്യക്ഷത വഹിച്ചു. ഷിബു തെക്കുംപുറം MLA, കോതമംഗലം DFO സൂരജ് ബെൻ, തഹസിൽദാർ സതീശൻ, വൈസ് പ്രസിഡന്റ് ജോബി ജേക്കബ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജോമി തെക്കേക്കര, സൗമ്യ ശശി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ P. സിദ്ദിഖ്, പ്രിയങ്ക ടോമി, മേഘ ഷിബു, മൂന്നാർ റേഞ്ച് ഓഫീസർ സിബിൻ, കോതമംഗലം റേഞ്ച് ഓഫീസർ സഞ്ജീവ് കുമാർ, നഗരംപാറ അസിസ്റ്റന്റ് ഫോറസ്റ്റ് ഓഫീസർ അനീഷ് KS, വില്ലേജ് ഓഫീസർമാരായ ബിജു, ദിവ്യ, വാർഡ് മെമ്പർമാർ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.